കഴിഞ്ഞ മാസം കുറേയധികം സ്മാർട്ട് ഫോൺസും കാര്യങ്ങളും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ബഡ്ജറ്റ് കാറ്റഗറിയിൽ ആയുള്ള രീതിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പം ഒരു 40,000 ബഡ്ജറ്റിനുള്ളിൽ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട ശേഷം മാത്രം നിങ്ങൾ ബൈ ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ലിസ്റ്റ് പറയുന്ന മോഡലിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ബൈ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതേതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അഥവാ ഞാൻ പറയുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ മോഡൽസ് ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു മോഡൽസ് ഏതായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് നിങ്ങളൊരു ഗെയിമറാണ്, നിങ്ങൾക്ക് ഒരു 35,000 രൂപ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഒരു നല്ല സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത ഒരു മോഡലാണ് ഐക്യൂൻ്റെ ഐക്യൂ നിയോ 7 Pro എന്ന് പറയുന്ന മോഡൽ. ഇതിൻ്റെ ബേസ് മോഡലായുള്ള സ്റ്റോറേജ് വേരിയൻറ്റിന് നമുക്ക് ഏകദേശം 33,999 വരുന്നത്. അതായത് 8GB 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദ ഓൾറൗണ്ട് സ്മാർട്ട് ഫോണാണ് ഈ ഒരു ഐക്യൂ നിയോ 7 Pro എന്ന് പറയുന്നത്. ഗെയിമിംഗ് മാത്രമല്ല, ഇതിൻ്റെ ക്യാമറ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഡിസ്പ്ലേ ആയിക്കോട്ടെ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. നമുക്കിനകത്ത് AMOLED ഡിസ്പ്ലേ ആണ് കാര്യങ്ങളും വരുന്നത്. പിന്നെ 10-bit ഡിസ്പ്ലേ ആണ്, അതുപോലെ 120Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. 2+3 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളാണ് വരുന്നത്. 2 വർഷത്തെ OS അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ് ചിപ്സെറ്റും കാര്യങ്ങളും വരുന്നത്. 5000 mAh ബാറ്ററിയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് 120W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും വന്നിരിക്കുന്നത്. പിന്നെ ക്യാമറ സിസ്റ്റം നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ സെൻസറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 50 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവരുന്നത്. അതുപോലെ നമുക്ക് 16 MP സെൽഫി ക്യാമറയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഇതിൽ കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നതാണ്. സാധാരണ ഐക്യൂ സ്മാർട്ട് ഫോണിൽ അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ അല്ല എങ്കിലും ഈ ഒരു മോഡലിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. OnePlus Nord സീരീസിലെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് OnePlus Nord 3 എന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത ആ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ 8GB 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് 33,999 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ OnePlus 11R അതേ ഒരു സെയിം ക്യാമറ സിസ്റ്റം തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സെൻസറൊക്കെ മെയിൻ സെൻസറും കാര്യങ്ങളൊക്കെ അതേ സെയിം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1400 nits പീക്ക് ബ്രൈറ്റ്നസ് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 3 വർഷത്തെ OS അപ്ഡേറ്റ് 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 80W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 50 MP IMX890 എന്ന് പറയുന്ന ആ ഒരു സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. വിത്ത് OS സപ്പോർട്ടറായുള്ള ലെൻസും കാര്യങ്ങളാണ്. പിന്നെ 2 MP മാക്രോ ലെൻസും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. പിന്നെ 16 MP സെൽഫി ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ നേരം ഗെയിമും കാര്യങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട്. അപ്പം അത് കൂളിംഗ് സിസ്റ്റം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവാനുണ്ട്. അത് മാത്രമാണ് ഒരു സൈഡിലേക്ക് നിർത്തുന്ന കാര്യം. ബാക്കിയെല്ലാം അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് OnePlus Nord 3 കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാമറയാണ് മെയിൻ, അതായത് വ്ളോഗിങ് ആയിക്കോട്ടെ സെൽഫി ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മോഡലായിരിക്കും വിവോൻ്റെ V27 Pro എന്ന് പറയുന്ന മോഡൽ. അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇതിൻ്റെ അതേ സെയിം മോഡൽ വിവോ V27 എന്ന് പറയുന്ന മോഡലും മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത് പറയുന്നത് 39,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതും 3D കർവ്ഡ് ആയുള്ള AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. MediaTek Dimensity 8200 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 4600 mAh ബാറ്ററിയും അതുപോലെ 66W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക് 50 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അത് മാത്രമല്ല നമുക്ക് 50 MP ഒരു ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൽഫി ക്യാമറ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്ക് സൈഡിലെ ക്യാമറ ആയിക്കോട്ടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വിവോ സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് 2 സ്മാർട്ട് ഫോൺ കൂടെയാണ് ഉള്ളത്. ഈ ഒരു പ്രൈസ് കാറ്റഗറി വരുന്ന സമയത്ത് മിക്ക ലിസ്റ്റിൽ നിങ്ങൾ കാണുന്നത് ഈ ഒരു 2 സ്മാർട്ട് ഫോൺസ് ആണ്. OnePlus 11R അതുപോലെ തന്നെ നമ്മുടെ സാംസങ് S21 FE എന്ന് പറയുന്ന ഒരു മോഡലും. OnePlus 11R നോക്കുകയാണെങ്കിൽ നമുക്ക് 8GB 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് 39,999 രൂപയാണ് ബഡ്ജറ്റ് കാര്യങ്ങൾ വരുന്നത്. നമുക്കിനകത്ത് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. ചെറിയ കർവും കാര്യങ്ങളും ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 4 വർഷത്തെ OS അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ് ചിപ്സെറ്റ് വന്നിരിക്കുന്നത്. പവർഫുൾ ആയുള്ള ചിപ്സെറ്റാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് 5000 mAh ബാറ്ററിയും 100W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 50 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. Nord 3-നേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റമാണ് OnePlus 11R ഉള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മുടെ സമയത്ത് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതായത് പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് വരുന്നുണ്ട്. നമുക്ക് OnePlus Nord ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 11R നോക്കാം. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ് Galaxy S21 FE എന്ന് പറയുന്ന ഒരു മോഡലാണ്. 8GB 128GB സ്റ്റോറേജ് വേരിയൻറ്റ് 34,000 രൂപയാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കിനകത്ത് എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. അതായത് Exynos 2100 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 4500 mAh ബാറ്ററിയും അതുപോലെ 25W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം
സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 12 MP വിത്ത് OS സപ്പോർട്ടുള്ള ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 32 MP സെൽഫി ക്യാമറ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത്, അതായത് സാംസങ്ങിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഈ ഒരു മോഡൽ നോക്കാം. അതാണ് എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിനകത്ത് IP60 റേറ്റിംഗ് കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കാര്യങ്ങളും സപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ പിക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഇത്രയാണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു മോഡൽ ചൂസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച മോഡലിലേക്കും അത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.